എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ചോക്ലേറ്റ് ബനാന കേക്കാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് മൈദയിലൊന്ന് മിക്സാക്കി വയ്ക്കാം. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് പിസ്ത കട്ട് ചെയ്തത്, ഇത് ബദാമാണ് കേട്ടോ, ബദാം കട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അത് ഇട്ട് കൊടുക്കാം. പിന്നെ ഹേസൽ നട്ട്സ്, അത് കയ്യിലുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ എടുത്താണ്. ഇതിന് പകരം നട്ട്സ് എടുത്ത് കൊടുത്താലും മതി കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സാക്കി അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതുപോലെ നല്ല പഴുത്ത റോബസ്റ്റ് പഴ എടുക്കാം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് പഴുത്തതാണ്. അപ്പോൾ അത് ഇതിലേക്ക് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഏതെങ്കിലും ഒരു സ്പാച്ചുല ഫോർക്കോ വെച്ചിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം. മിക്സിയിൽ അരയ്ക്കേണ്ട കേട്ടോ, കൈ കൊണ്ട് തന്നെ നമുക്കിതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പഴമൊക്കെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര അതിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ വിസ്ക് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി വേണ്ടത് 2 മുട്ടയാണ് കേട്ടോ. അപ്പോൾ ആ മുട്ടയും കൂടി ഇതിലേക്ക് ചേർത്തെടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. പഴവും പിന്നെ നമ്മുടെ പഞ്ചസാരയും എഗ്ഗും ഒക്കെ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ട് വരണം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ, ഇപ്പോൾ ഇത് ഒലിവ് ഓയിലാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ, അതും കൂടി ഒഴിച്ചെടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. നമുക്കൊരു സ്ട്രെയിനറിലേക്ക് 1 കപ്പ് മൈദ കേട്ടോ, അതിട്ട് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് കേട്ടോ ഇത്. അപ്പോൾ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഇത് 1/2 ടീസ്പൂണാണ് ബേക്കിംഗ് സോഡയാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. 1 നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതൊരു 1/4 കപ്പ് കൊക്കോ പൗഡർ. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് എടുക്കാം. നമ്മൾ വേറെ പാത്രത്തിലേക്കൊന്നും അരിച്ചെടുക്കുന്നില്ല കേട്ടോ, ആ മിക്സിയിലേക്ക് തന്നെ നമ്മൾ കാണിച്ചിട്ട് അതങ്ങോട്ട് അരിച്ചെടുക്കുകയാണ് കേട്ടോ. ഒറ്റ തവണ അരിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളത് അരിച്ചെടുത്തിട്ടുണ്ട്. അരിച്ചെടുക്കണം, അല്ലെങ്കിൽ കൊക്കോ പൗഡറിൽ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിച്ചെടുക്കുന്നത്. ഇനിയിപ്പോൾ ഒരു വിസ്ക് വെച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സാക്കി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂണ് വാനില എസൻസ് അത് ചേർത്ത് കൊടുക്കാം. ഇനി ചൂടാറിയ പാലാണ് കേട്ടോ, തിളപ്പിച്ച് ചൂടാറിയ പാല് ഒരു 1/4 കപ്പ് അതും കൂടി ചേർത്തെടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇതിന് ബീറ്ററും പിന്നെ മിക്സിയോ അങ്ങനെ ഒന്നും വേണ്ട, ഇങ്ങനൊരു വിസ്ക് ഉണ്ടായാൽ മതി. അടിപൊളിയായിട്ട് നമുക്ക് കേക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതും കൂടി ചേർത്തെടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, കേക്കിൻ്റെ മുകളിലേക്ക് കുറച്ച് വിതറാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഇതൊരു 6-7 ഇഞ്ചിൻ്റെ സ്ക്വയർ ടിന്നാണ് കേട്ടോ, റൗണ്ട് ആണെങ്കിലും പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ ഞാൻ സ്ക്വയർ ടിന്നാണ്, ബട്ടറൊക്കെ സ്പ്രെഡ് ചെയ്ത് കുറച്ച് ബട്ടർ പേപ്പറൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ മാവ് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. എന്നിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് ചോക്ലേറ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മേലിൽ ഒന്ന് കുറച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്, കേക്കിൻ്റെ മേലിൽ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിത് ഓവനിലാണ് കേട്ടോ വെക്കുന്നത്. 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് ഒരു 30-35 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കേക്കൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു തുണി വെച്ച് മൂടിയിട്ടിട്ടുണ്ട്. ഞാൻ പിറ്റേ ദിവസമാണ് കേട്ടോ ഇത് എടുത്തത്. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് കമത്തിയിട്ട് കൊടുക്കാം. എന്നിട്ട് താഴെ നമ്മൾ വെച്ചിരുന്ന ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഓവൻ സെറ്റപ്പ് ഇല്ലെങ്കിൽ നമുക്ക് ഗ്യാസ് അടുപ്പിൽ വെച്ച് ചെയ്തെടുക്കാം. നല്ല കട്ടിയുള്ള ചെമ്പ് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ട് ഒരു 30-35 മിനിറ്റ് മതിയാകും നമ്മുടെ ഈ കേക്ക് തയ്യാറാക്കാനായിട്ട്. അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് നമ്മുടെ കേക്ക്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് മുറിച്ച് വെക്കാം. നല്ല സോഫ്റ്റായിട്ടുള്ള കേക്കാണ് കേട്ടോ. പിള്ളേർക്കൊക്കെ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടും, അത്ര ടേസ്റ്റാണ്. അപ്പോൾ ഇത്തവണത്തെ ക്രിസ്മസിന് ഇതുപോലെ ഒരു ചോക്ലേറ്റ് കേക്ക് കൂടി തയ്യാറാക്കി നോക്കാം. അപ്പോൾ കണ്ടില്ലേ, മുറിച്ചപ്പോൾ തന്നെ കണ്ടില്ല, നല്ല സോഫ്റ്റാണ്, നല്ല അടിപൊളി കേക്കാണ്. ഇത് ഇരിക്കുന്നതോറും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് നമ്മുടെ ചോക്ലേറ്റ് ബനാന കേക്ക് ഇവിടെ സെറ്റായിട്ടുണ്ട്.
Merry Christmas.